കൊച്ചി കാക്കനാട് മരിച്ച നിലയിൽ കണ്ടെത്തിയ GST അഡീഷണൽ കമ്മീഷണറുടെയും കുടുംബത്തിന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന്. മനീഷ് വിജയ്, സഹോദരി ശാലിനി വിജയ്, മാതാവ് ശകുന്തള അഗർവാൾ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിനടുത്തുനിന്ന് ഹിന്ദിയിൽ എഴുതിയ കുറിപ്പും കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും AT അശ്വതി ചേരുകയാണ്. അശ്വതി, ഇന്നലെയായിരുന്നു ഈ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മൂവരുടെയും മൃതദേഹം ക്വാർട്ടേഴ്സിനുള്ളിൽ നിന്നും കണ്ടെത്തിയത്. ഒപ്പം ഒരു കുറിപ്പും കിട്ടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് എന്തൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്? ശ്രീകാർത്തിക, ഈ കുറിപ്പിൽ ഹിന്ദിയിൽ എഴുതിയ ഒരു കുറിപ്പാണ്. ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് വിദേശത്തുള്ള സഹോദരിയെ വിവരം അറിയിക്കണമെന്നാണ്. ഈ മരണം നടന്നിട്ട് 4-5 ദിവസമായി എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാകുന്നത്. ഈ സഹോദരിയും അതുപോലെ തന്നെ മനീഷും തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ അമ്മ കട്ടിലിൽ കിടക്കുന്ന രീതിയിലായിരുന്നു. അമ്മയുടെ ചുറ്റും പൂക്കളുകളൊക്കെ വെച്ചിരുന്നു. അതായത് അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും ആത്മഹത്യ ചെയ്തു എന്നതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാകുന്നത്. ഈ കുടുംബത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കാൻ പോകുന്നതേയുള്ളൂ. ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ഒപ്പം തന്നെ ഫോറൻസിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ മൃതദേഹം 3 പേരുടെയും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്താണ് യഥാർത്ഥ കാരണം, ഇത്തരം ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്നത് വ്യക്തമല്ല. സഹോദരി ശാലിനി വിജയ് ജാർഖണ്ഡിലെ സർക്കാർ സർവീസിലായിരുന്നു. അവർക്ക് 1ാം റാങ്കോട് കൂടിയാണ് അവർ സർക്കാർ സർവീസിൽ കയറിയത്. അതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും മറ്റും ഉയർന്നിരുന്നു. അതാണോ ഈ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോയത്, ഒരു ആത്മഹത്യയിലേക്ക് പോയത് എന്ന കാര്യം, അത്തരത്തിലുള്ള സംശയങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും അതിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മനീഷ് വളരെ ദിവസങ്ങളായിട്ട്, അത് അഡീഷണൽ കമ്മീഷണറാണ് GST വകുപ്പിലെ, അദ്ദേഹം വളരെ ദിവസങ്ങളായിട്ട് ലീവിലായിരുന്നു. അതിനുശേഷം ലീവ് കാലാവധി തീർന്നതിന് ശേഷവും കുറച്ച് ദിവസങ്ങൾ കൂടി അദ്ദേഹത്തെ ഓഫീസിലേക്ക് കാണാതായപ്പോഴാണ് ഓഫീസിൽ നിന്ന് സുഹൃത്തുക്കളും മറ്റും ഈ വീട്ടിലേക്ക് അന്വേഷിച്ചെത്തുകയും ഇത് മനസ്സിലാവുകയും ചെയ്തത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് കുടുംബത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. അതിനുശേഷമായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ, ഒരു സ്ഥിരീകരണങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാവുക. ശ്രീകാർത്തിക. ശരി അശ്വതി, ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കി തന്നെ മുന്നോട്ട് പോവുകയാണെന്ന് പോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്നും AT അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്.